ഒരു പ്രമുഖ മാധ്യമത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി ഒരു സെൽഫി എടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാൻ ട്രംപിനോട് ബെഗ് ചെയ്തു, കെഞ്ചി ചോദിച്ചു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പിന്നെ അവരോട് പാവം തോന്നിയത് കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. ഞാൻ അങ്ങനെ സമ്മതിച്ച് ഫോട്ടോ എടുത്തതുകൊണ്ട് അവർക്കതിൽ നല്ല സന്തോഷം കാണും. യഥാർത്ഥത്തിൽ എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പിന്നെ ഞാൻ ചെയ്തു കൊടുത്തതാണ്. അവരെന്നോട് അത്രയും ബെഗ് ചെയ്ത് ചോദിച്ചതുകൊണ്ട്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒരു അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ജോർജിയ മെലോനിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ ഉടനെ തന്നെ മറുപടിയുമായിട്ട് ജോർജിയ മെലോനി എത്തി. ട്രംപിന്റെ ഈ പരാമർശം പുറത്തു വന്ന് ഏതാനും സമയത്തിനുള്ളിൽ തന്നെയാണ് അവർ മറുപടിയുമായിട്ട് വന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് രാജ്യങ്ങളോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ ഖേദകരമായ ഒരു സംഭവമായി പോയി. അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും വസ്തുതാപരമായ കാര്യമല്ല. ദുർഭാഗ്യകരമായി പോയി അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ അദ്ദേഹം ഓരോന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇറ്റലിയും ഞാനും ആരുടെയും മുന്നിൽ കെഞ്ചാറില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മെലോനി പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറ്റലിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിലുള്ള റിലേഷനിൽ കാര്യമായിട്ടുള്ള ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ട്രംപിന്റെ പ്രതികരണം ഇറ്റലിയെ മുഴുവൻ അപമാനിക്കുന്നതായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്, ഇറ്റലിയെ മുഴുവൻ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമേരിക്ക സന്ദർശിക്കാനായിട്ടിരുന്ന ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശമന്ത്രിയും കൂടി ആയിട്ടുള്ള അന്റോണിയോ തയാനി ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അമേരിക്കൻ സന്ദർശനം അദ്ദേഹം റദ്ദാക്കിയിരിക്കുകയാണ്. ഇറാൻ വിഷയത്തിലും പോപ്പിനെ ട്രംപ് വിമർശിച്ചപ്പോഴും മെലോനി എടുത്ത നിലപാടുകൾ കാരണം ഇരു നേതാക്കളും തമ്മിൽ ചെറിയൊരു അകൽച്ച നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പുതിയ ഫോട്ടോ വിവാദവും വന്നിരിക്കുന്നത്. അതായത് പല സംഭവങ്ങളിൽ യൂറോപ്യൻ നേതാക്കൾ ഈ ട്രംപിനോട് ഉടക്കി നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് സംഭവങ്ങൾ എടുത്താൽ അതിലൊന്ന് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായിട്ടുള്ള ട്രംപിന്റെ തീരുമാനത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സമീപനം യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചു. ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഡെൻമാർക്കിനും അതോടൊപ്പം തന്നെ ഈ ഗ്രീൻലാൻഡിനും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ട്രംപിനെ വല്ലാതെ തീർച്ചയായിട്ടും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഒന്നാമത് ട്രംപിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മാക്രോണും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇതൊന്നും ട്രംപിന് ഒട്ടും താല്പര്യമുണ്ടാവില്ല. നേരത്തെ മെലോനിയുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ട്രംപിന്. ഒരുപക്ഷെ ഈ പറയുന്ന യൂറോപ്പിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള അമേരിക്കയ്ക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ കാരണവും ഇറാൻ യുദ്ധത്തിൽ സഹായിക്കാൻ തയ്യാറാവാത്തതും അതോടൊപ്പം തന്നെ ഈ പോപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുമൊക്കെ ആയിരിക്കാം ട്രംപിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാണം കെടുത്താനായിട്ടാണ് ട്രംപ് ശ്രമിച്ചത്. അതായത് മെലോനിയെ നാണം കെടുത്താൻ ശ്രമിച്ചു. എന്നോട് ബെഗ് ചെയ്തു, കെഞ്ചി എന്നൊക്കെ പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ അത് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മെലോനിക്കും അത് വലിയ നാണക്കേട് ഉണ്ടാക്കി. പൊതുവേ ഏതൊരു G7 പോലെയൊക്കെയുള്ള വേദികളിൽ ഒരു സ്റ്റാർ ആയിട്ടുള്ള വ്യക്തിയാണ് മെലോനി. ഒന്ന്, വലിയ ആരാധകരുണ്ട് അവർക്ക് യൂറോപ്പിൽ, വിശേഷിച്ച് ഇറ്റലിയിൽ. രണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ലീഡറാണ്. നമ്മൾ യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയുടെ മുൻ ചാൻസലർ ആയിരുന്ന മെർക്കലിന് ശേഷം ഒരു പക്ഷേ വളരെ പോപ്പുലറായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി. വളരെ ഉറച്ച നിലപാടുകളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. നമ്മളിവിടെ പലരും നരേന്ദ്രമോദി അവരും തമ്മിലുള്ള സൗഹൃദത്തെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോകളെ എടുത്തിട്ട് ഷോർട്ട് വീഡിയോസ് ഇട്ട് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആക്കിയിട്ടൊക്കെ ഇവിടെ പലരും ആഘോഷിക്കാറുണ്ടെങ്കിലും റിയാലിറ്റി മനസ്സിലാക്കേണ്ടത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ലീഡറാണ് അവർ യൂറോപ്പിൽ. സോ അങ്ങനത്തെ ഒരു ലീഡർ ഇങ്ങനെ ട്രംപിന്റെ മുന്നിൽ കെഞ്ചി എന്ന് പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ അവർക്കത് വലിയ മാനക്കേടാണ്. ഉടനെ തന്നെ അവർ ശക്തമായിട്ട് പ്രതികരിക്കാൻ നിർബന്ധിതരായി. അവരുടെ നിസ്സഹായ അവസ്ഥയും ആ പ്രതികരണത്തിൽ കാണാം. പ്രസിഡന്റ് ട്രംപിനെ അങ്ങ് അടച്ചാക്ഷേപിക്കാൻ അവർക്ക് കഴിയുന്നുമില്ല. കാരണം അമേരിക്കയുമായിട്ട് ഇപ്പോഴും യൂറോപ്പിന് സഹകരിച്ചേ പറ്റൂ. യൂറോപ്പ് അത്രയും ഡിപ്പെൻഡൻ്റ് ആണ് US-നെ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ട്രംപിനെ എതിർക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെലോനിക്ക് മാത്രമല്ല, ഈ നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ, ഈവൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കോ ജർമ്മൻ ചാൻസലറിനോ ഒന്നും തന്നെ ഈ ട്രംപിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിവർത്തികേട് കൊണ്ട് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാണ് അവര്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അമേരിക്കയെ തകർക്കാൻ പുറത്തു നിന്ന് ആരുടെ സഹായവും വേണ്ട. ചൈനയും വിചാരിക്കേണ്ട, റഷ്യയും വിചാരിക്കേണ്ട, ആരും വിചാരിക്കേണ്ട. അത് ട്രംപ് തന്നെ ചെയ്തോളും. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നും പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ നമ്മളൊക്കെ സംസാരിച്ചതാണ്. ഇദ്ദേഹം അമേരിക്കയെ കുളം തോണ്ടിയിട്ടേ പോകത്തുള്ളൂ. സുഹൃത്തുക്കളെ തന്നെ പിണക്കിക്കൊണ്ട് ട്രംപ് ഇപ്പോൾ ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.